ശക്തി പ്രാപിക്കാൻ മുക്തി നേടിടാൻ പരിശുദ്ധനെ തേടാം. സുഖകാലത്തിലും ദുഃഖവേളയിലും അകലാത്തന സ്നേഹിതനേ, യേശുവേ തിരുപ്പാദത്തിൽ കാത്തിരിക്കെ എന്തു മോദം മൃദംഗ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 56 സങ്കീർത്തനം 5 വാക്യം. ഇടവിടാതെ അവർ എൻ്റെ വാക്കുകളെ കൂട്ടിക്കളയുന്നു, അവരുടെ വിചാരങ്ങളൊക്കെയും എൻ്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു. ഇന്നത്തെ വാക്യത്തിൽ ദാവീദ് അനുഭവിച്ച വലിയ വേദന കാണാം. താൻ പറയുന്ന വാക്കുകൾ വളച്ചൊടിക്കപ്പെടുന്നു. ആളുകൾ തെറ്റായി തന്നെ മനസ്സിലാക്കുന്നു. തനിക്കെതിരെ പദ്ധതികൾ ഉണ്ടാകുന്നു. എന്നാൽ ദാവീദ് മനുഷ്യരുടെ അഭിപ്രായത്തിൽ അവസാനിക്കുന്നില്ല. അവൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. മനുഷ്യൻ നമ്മുടെ വാക്കുകൾ വളച്ചൊടിച്ചാലും ദൈവം നമ്മുടെ ഹൃദയം അറിയുന്നു. മറ്റുള്ളവർ നമ്മെ തെറ്റായി മനസ്സിലാക്കാം, എന്നാൽ ദൈവത്തിന് നമ്മുടെ ഉദ്ദേശം അറിയാം. തെറ്റായ ആരോപണങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയെ തടയുകയില്ല. ദാവീദിനെതിരെ ആളുകൾ സംസാരിച്ചെങ്കിലും ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. നമ്മുടെ പ്രതികരണം ദൈവത്തിൽ വിശ്വാസമായിരിക്കണം. ഓരോ ആരോപണത്തിനും മറുപടി പറയുന്നതിന് പകരം അത് ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കാം. ഭയത്തിനിടയിലും ദൈവത്തിൽ ആശ്രയിക്കാം. മനുഷ്യർ നമ്മെക്കുറിച്ച് എന്തു പറഞ്ഞാലും, നമ്മുടെ വാക്കുകൾ വളച്ചൊടിച്ചാലും, നമ്മെ തെറ്റായി വിധിച്ചാലും ദൈവം സത്യമറിയുന്നു. അതുകൊണ്ട് മനുഷ്യരുടെ അംഗീകാരത്തേക്കാൾ ദൈവത്തിൻ്റെ അംഗീകാരത്തിന് പ്രാധാന്യം നൽകുക. പ്രിയരെ, എന്നെക്കുറിച്ച് മനുഷ്യൻ പറയുന്നതല്ല എൻ്റെ ജീവിതത്തിൻ്റെ അന്തിമ സത്യം. ദൈവം എന്നെക്കുറിച്ച് അറിയുന്നതാണ് എൻ്റെ യഥാർത്ഥ സത്യം. ദൈവം നമ്മുടെ ഹൃദയം അറിയുന്നവനാണ്. അവൻ നമ്മുടെ കണ്ണുനീർ കാണുന്നു, നമ്മുടെ സത്യസന്ധത അറിയുന്നു. അതുകൊണ്ട് മനുഷ്യരുടെ അഭിപ്രായം നമ്മുടെ സമാധാനം കവർന്നെടുക്കുവാൻ അനുവദിക്കാതെ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ശരിയായ സമയത്ത് ദൈവം സത്യം വെളിപ്പെടുത്തും. പ്രാർത്ഥിക്കുക. കർത്താവേ, മനുഷ്യൻ എന്നെ തെറ്റായി മനസ്സിലാക്കുമ്പോഴും നീ എന്നെ ശരിയായി അറിയുന്നതിനായി സ്തോത്രം. ഈ വിശ്വാസത്തോടെ മുൻപോട്ട് പോകുവാൻ എന്നെ ഇടയാക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.